അപ്പൊ റെസിസ്റ്റിവിറ്റി എന്താന്ന് പറയട്ടെ. റെസിസ്റ്റിവിറ്റി ഈസ് വൺ ഓഫ് ദ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് മെയിൻലി ഡിറ്റർമൈൻസ് ദ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണ്ടക്ടർ. ദെൻ റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് മെറ്റീരിയൽ. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തടസ്സം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. തടസ്സമാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിനെ ഇഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ റെസിസ്റ്റൻസ് ഒന്നും പറഞ്ഞുതരാം. അതായത് ഒരു സ്ഥലത്ത് വൈദ്യുതി ഉപയോഗം, വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം, ഒരു പോസ്റ്റാണ് ശേഷം വൈദ്യുതി ഉണ്ടാക്കി, ഇവിടുന്ന് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയി കുറേ യാത്ര ചെയ്തിട്ട് എവിടേക്ക് എത്തി? ഒരു വീട്ടിലോട്ട് കണക്ഷൻ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തോട്ട് ഏതൊരു സ്ഥലത്തോട്ട് ആവശ്യം ഉണ്ട് അവിടെ കൊടുക്കുക വെച്ചാൽ, ഇവിടെ നമ്മളൊരു 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 230 വോൾട്ട് കിട്ടില്ല. ബിക്കോസ് ഇത് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നുണ്ടല്ലോ. സോ കിട്ടുന്നത് ഇത് ഇവിടെ വളരെ കുറവായിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 120 വോൾട്ട് കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ. എന്തുകൊണ്ടാണ്? കാരണം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, തടസ്സം ഉണ്ടാവും. മനസ്സിലായോ? വലിയ നീളം കൂടുതലല്ല, നീളം കൂടുന്ന സമയത്ത് തടസ്സം കൂടുതലായിരിക്കും. അതുകൊണ്ട് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പോ യെസ്. ഇനി നമ്മുടെ റെസിസ്റ്റൻസിനെ, പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് പറയാം. റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത്തിനാണ് L എന്ന് എഴുതിയിട്ടില്ല കേട്ടാ. എങ്ങനെ പറയാൻ പറ്റും? പ്രതിരോധം നീളത്തിന് അല്ലെങ്കിൽ ചാലകത്തിന്റെ നീളത്തിന് നേർ അനുപാതത്തിലാണ്. രണ്ടാമത്തെ കാര്യം, സോ ഇതിന് നമുക്ക് ഈക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. എന്ത് പറഞ്ഞു? പ്രതിരോധം ചാലകത്തിന്റെ നീളത്തിന് നേർ അനുപാതത്തിലാണ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ പറയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A എന്നോ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A എന്നോ പറയാം. അർത്ഥം എന്താ? ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഒന്നാമത് എന്നിട്ടാ പറഞ്ഞ നീളം കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞ? ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറവെന്ന് പറയുമ്പോൾ എങ്ങനെയാ? നോക്കിക്കേ, ഇതൊരു കല്യാണ വീടാണെന്ന് വിചാരിച്ചോ. കല്യാണ വീടല്ല, ഒരു ഹാളാണെന്ന് വിചാരിച്ചോ. ഇവിടെ കല്യാണം നടക്കുന്നുണ്ട്, ഇവിടെ സ്റ്റേജ് ആണ്. ഇവിടെയാണ് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, താലികെട്ടൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കണം, ഭക്ഷണം കഴിക്കണം എന്നുള്ളതല്ലേ. സോ ഇവിടെ ഓപ്പൺ ചെയ്തെന്ന് വെച്ചോ. അപ്പൊ ഇവിടെയുള്ള ആളുകൾ, ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പെട്ടെന്ന് ഈ വാതിലും തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ആളുകളെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പോകും. ആകെ തടസ്സമായിരിക്കില്ലേ? റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തിട്ടെന്ന് നമ്മൾ പറഞ്ഞു? തടസ്സാന്നല്ലേ പറഞ്ഞു. അപ്പൊ ആകെ തടസ്സമായിരിക്കില്ലേ? അപ്പൊ ഈ തടസ്സം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയ കുറച്ചൊന്ന് കൂട്ടിയാൽ പോരെ? കുറച്ചൊന്ന് തുറന്നാൽ പോരെ? ഈ വാതിൽ കുറച്ചൊന്ന് തുറന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു ബേസിക് ഐഡിയ ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്കിത് പഠിക്കാം. അപ്പൊ എന്ത് പറഞ്ഞു? നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ രണ്ട് കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതാം. എന്തെഴുതാം? R is directly proportional to L ഉണ്ടല്ലോ, L into 1/A. അതേപോലെ തന്നെ എഴുതി വെച്ചു. അതായത് നമ്മുടെ ഈക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടിയിട്ട് എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? L into 1 എന്ന് പറഞ്ഞാൽ L തന്നെയല്ലേ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? R is directly proportional to L/A. ക്ലിയർ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കി വെക്കുക. ഈ സൈനെ പറയുന്നതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ്. ഈ സൈൻ മാറ്റിയിട്ട് അവിടെ ഈക്വൽ ആക്കണം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ? ഇത് എന്ത് ഇങ്ങനത്തെ ഒരു സംഭവം എന്നുള്ളത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് എന്തെന്ന് എഴുതാം? ഈക്വൽ എന്ന് എഴുതാം. ഈക്വൽ എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് അവിടെ ഉള്ള സംഭവത്തിന് എന്ത് ചെയ്യണം? ഇൻഡ്യൂസ് ചെയ്യണം. എ കോൺസ്റ്റന്റ് ഇൻറ്റു ബാക്കി എന്താ അവിടെ ഉണ്ടായിരുന്നേ? L/A. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എഗെയിൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറയാം. ഒന്നാമത് എന്ത് പറഞ്ഞു? ഈക്വേഷൻ ആണ് കേട്ടോ. ഒന്ന് പറഞ്ഞ എല്ലാവരും R is directly proportional to L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. രണ്ടാമത് പറഞ്ഞു ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, സോ R is inversely proportional to ഏരിയ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് ചെയ്തു? ഈ രണ്ട് ഈക്വേഷൻ നമ്മൾ ഒരുമിച്ച് എഴുതി. ദാറ്റ് ഈസ് R is directly proportional to L into 1/A എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്തത് L into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L തന്നെയാണ് നമുക്കറിയാം. സോ R is directly proportional to L/A. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ
പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എ കോൺസ്റ്റന്റ് ഇൻറ്റു L/A. ദാറ്റ് ഈസ് ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത്. RHO റോ എന്ന് പറയുന്നത് റോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എഴുതാലോ. R is equal to R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് is equal to a constant. ആ കോൺസ്റ്റന്റ് പറയുന്നത് നമ്മൾ എന്ത് എഴുതി റോ. ഓക്കെ, പിന്നെ ബാക്കി എന്തുണ്ട് L/A. കിട്ടിയോ? ഇതാണ് നമ്മുടെ ഈക്വേഷൻ. നിങ്ങൾ പഠിക്കേണ്ട ഈക്വേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഇത് നിങ്ങളോട് ചോദിക്കാം, ഇത് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, ഡെറിവേഷൻ എങ്ങനെയാണ് ചോദിക്കാം. സോ നിങ്ങൾ ഇത് എഴുതി വെക്കണം. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, അതിൽ നിന്ന് ഇനി റോ ഇതിൽ നിന്ന് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? റോ ഇസ് ഈക്വൽ ടു RA/L. മനസ്സിലായോ? RA/L. കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഈക്വേഷൻസ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യത്തെ രണ്ട് ഈക്വേഷൻസ് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?